ഹലോ ഗൈസ്, നമ്മൾ ഇന്നും ഒരു ടെമ്പിൾ ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അമ്പലവും തൃശൂർ ജില്ലയിൽ തന്നെയാണ്. വിഷ്ണുമായ ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ട ഗ്രാമമായ പെരിങ്ങോട്ടുകരയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണിത്. കേരളത്തിലെ വിഷ്ണുമായ സ്വാമി ആരാധന കേന്ദ്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ശക്തിപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ വിഷ്ണുമായ സ്വാമിയെ കൂടാതെ ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണിത്. വിഷ്ണുമായയുടെ ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പരമശിവന്റെ അനുഗ്രഹത്താൽ കൂളിവാഹ എന്ന ആദിവാസി സ്ത്രീയിൽ ജനിച്ചൊരു കുഞ്ഞിനെ കുറിച്ചുള്ള ഈ കുഞ്ഞ് പിന്നീട് ചാത്തൻ എന്നറിയപ്പെട്ടു. ലോകത്തിന് സമാധാനം നൽകുന്നതിനും ദുഷ്ടശക്തികളിൽ നിന്ന് നല്ലവരെ രക്ഷിക്കാനുമാണ് ചാത്തൻ ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇരുമപ്പുറത്ത് സഞ്ചരിക്കുകയും ദുർമന്ത്രവാദികളെ അകറ്റുകയും ചെയ്യുന്നവനായി ചാത്തനെ കരുതപ്പെടുന്നു. കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത്. ഗോത്രവർഗ രീതിയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമായാണ് വിഷ്ണുമായ കരുതപ്പെടുന്നത്. പോത്തിന്റെ പുറത്ത് കുറുകടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തന്റേത്. മഹാവിഷ്ണുവിന്റെ രൂപം സ്വന്തം മായയാൽ സ്വീകരിച്ചതിലാണ് വിഷ്ണുമായ എന്ന പേര് ലഭിച്ചത്. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വടക്കൻ മലബാറിൽ വിഷ്ണുമായ ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടാറുണ്ട്. ഇതൊക്കെയാണ് വിഷ്ണുമായ സ്വാമിയെ കുറിച്ച് നിലനിൽക്കുന്ന വിശ്വാസങ്ങളും കഥകളും. ഇനി ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിൽ എത്തിച്ചത് ആദിഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളാണ്. ഇദ്ദേഹത്തെ പിന്തുടരുന്ന 5ാം തലമുറയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബക്ഷേത്രമാണ്. പിന്നീട് പെരിങ്ങോട്ടുകര ഗ്രാമത്തിന്റെയും ഭക്തജനങ്ങളുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ക്ഷേത്രം മാറിയതാണ്. പ്രശ്ന പരിഹാരങ്ങൾക്കും ആഗ്രഹ സഫലീകരണത്തിനുമൊക്കെയായിട്ടാണ് ഒട്ടനവധി പേർ ഇവിടെ വരുന്നത്. ഇപ്പോഴത്തെ ദേവസ്ഥാന മേധാവി ഡോക്ടർ ഉണ്ണിസ്വാമിയാണ് ഈ നൂറ്റാണ്ടിലെ ശ്രീ വിഷ്ണുമായ സ്വാമി ആരാധനയുടെ ദീപശിഖ വഹിക്കുന്നത്. നിരവധി സിനിമാ താരങ്ങളും മറ്റു മേഖലകളിൽ പ്രമുഖരായവരും അങ്ങനെ ഒട്ടനവധി പേർ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങളും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ ശ്രീകോവിലിന്റെ മുൻപിൽ കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ ആവശ്യങ്ങളോ ഇവിടെ ഇരിക്കുന്ന തിരുമേനിയോട് പറയാം. ഇപ്പോഴത്തെ മേധാവിയായ ഉണ്ണിസ്വാമിയാണ് ഇപ്പോൾ ഇത് നടത്തി വരുന്നത്. ഇതിനൊരു ഫീസ് ഉണ്ട്. പണം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് വിളിക്കും. പ്രശ്നം നോക്കി പറയുന്നത് പോലെ അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ എന്നിവ പറയും. അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കും. ഇതിനെയാണ് കൽപ്പനകൾ എന്ന് പറയുന്നത്. തങ്ങളുടെ ഇഷ്ടകാര്യത്തിനായി ഒട്ടനവധി പേർ ഇവിടെ കൽപ്പനകൾ എടുക്കാൻ വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുമായ സ്വാമി മാത്രമല്ല, ശ്രീ ഭുവനേശ്വരി ദേവി പ്രതിഷ്ഠയും അതിന്റെ കൂടെ മറ്റ് ദേവപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ദേവി ഭുവനേശ്വരിയുടെ പ്രധാന ആഘോഷം തിരവെള്ളാട്ടിന് ശേഷം നടത്തിവരുന്നു. ഈ ഉത്സവം കളമെഴുത്തുപാട്ടും എന്നാണ് അറിയപ്പെടുന്നത്. നല്ല ദാമ്പത്യ ബന്ധത്തിനും ഗാർഹിക സന്തോഷത്തിനും അനുഗ്രഹം നൽകുന്ന മാതൃദേവതയായാണ് ദേവിയെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പ്രതിഷ്ഠയാണ് ഗണപതി. ദേവസ്ഥാനത്തെ പ്രധാന ഉപദേവതകളിൽ ഒന്നാണ് ഗണപതി. വിശുദ്ധ കന്നിമൂലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ ജ്യേഷ്ഠ സഹോദരനായാണ് ഇവിടെ ഗണപതിയെ ആരാധിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ വരുന്നവരെല്ലാരും തന്നെ ഈ ക്ഷേത്രം കൂടെ ദർശനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.